ഹായ് ഫ്രണ്ട്സ്, ജോബിയാണേ. ഞാനിപ്പോൾ ഒരു മീൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അത് സംരക്ഷിക്കുന്നതും അതൊക്കെ അതിനെ പരിപാലിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പം റെഡ് തിലോപ്പിയ എൻ്റെ കുളത്തിൽ ബ്രീഡായിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇതിലേക്ക് അവിടെ ഒരു റെഡ് തിലോപ്പിയ അതിൻ്റെ കുഞ്ഞുങ്ങളെ ബ്രീഡായിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഞാനിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അത് എന്താ ചെയ്യുന്നതെന്ന് കണ്ടോണേ. അത് മൊത്തം അതിൻ്റെ ആ കുഞ്ഞുങ്ങളെ കണ്ടോ, ആ കുഞ്ഞുങ്ങളെ മുഴുവൻ കണ്ടോ, ആ കുഞ്ഞുങ്ങളെ ഇപ്പം നിങ്ങൾക്ക് കാണാവേ, കാണുന്നുണ്ടോ? അത് ഒരു 2000-ഓളം കുഞ്ഞുങ്ങളുണ്ട് കണ്ടോ. ഈ 2000-ഓളം കുഞ്ഞുങ്ങളെ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ വായ്ക്കകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിച്ച് നോക്കി, കണ്ടോ? ഇത്രയും ഭൂമിയിൽ ഇത്രയും മത്സ്യത്തിൻ്റെ ഇടയിൽ ഇത്രയും കെയറിങ് ആയിട്ടുള്ള ഒരു മത്സ്യം തിലോപ്പിയ കണക്ക് വേറൊരെണ്ണം ഒന്നുമില്ല. ഇപ്പം അത് കുറച്ച് മുമ്പ് വരെ ഈ തലയിൽ പൊട്ടുള്ള പൂഞ്ഞാൻ പോലുള്ള മീനുകൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്തെന്നറിയാതെ ഈ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ആ പടുതായുടെ ഒരു കോർണറിൽ കൊണ്ട് ഒളിപ്പിച്ച് നിർത്തിയിരിക്കുക. എന്നിട്ട് തള്ളെ അതിൻ്റെ അടുത്തുനിന്ന് മാറാതെ കണ്ട് എന്ത് കെയറിങ് ആയിട്ട് ഞാൻ കുറേ നേരം ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ഉണ്ട്. അവസാനത്തെ കുഞ്ഞിനെ വരെ ഇപ്പോൾ അതിൻ്റെ മൊത്തം വായ്ക്കകത്തേക്ക് ആക്കി, കണ്ടോ? അതിനുശേഷം അത്രയും കുഞ്ഞുങ്ങളെ വായ്ക്കകത്താക്കിയതിന് ശേഷമാണ് ആ തള്ള അതിൻ്റെ യഥാർത്ഥ അറ്റാക്ക് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് അതിലൊരു പൂഞ്ഞാൻ പോകുന്നുണ്ടോ, പൂഞ്ഞാൻ തലേ ഞൊട്ടയുള്ള. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മൊത്തം അതിൻ്റെ കൺട്രോളിൽ അതിൻ്റെ കസ്റ്റഡിയിൽ സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ ആ തള്ള ഇനിയിപ്പോൾ അതിനെല്ലാം ഓടിക്കാൻ തുടങ്ങും. ഓടിച്ച് ദൂരെ കൊണ്ടുപോയി ഇപ്പം അതിനുശേഷം ഇപ്പോൾ അതിങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കുക. കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് അതിൻ്റെ ചെകിളയ്ക്കകത്തും വായ്ക്കകത്തും കംപ്ലീറ്റ് ഉൾക്കൊണ്ടു. ഇനി അവിടുന്ന് മാറണം. അപ്പോൾ അത് മാറാനുള്ളൊരു സമയം ഞാൻ കൊടുക്കുവാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പം പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾ എന്ത് റിസ്ക് എടുത്ത് ചലഞ്ച് ചെയ്തിട്ടാണോ അതിൻ്റെ ഓരോ സന്തതികളെ അത് വളർത്തിക്കൊണ്ട് വരുന്നെന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പം കണ്ടോ, ഞാനിപ്പോൾ പുറകോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, അത് ആ കുഞ്ഞുങ്ങൾ പുറത്തുണ്ടായിരുന്നപ്പോൾ ശല്യം ചെയ്ത മൊത്തം ഈ ചെറിയ ഇതിനെ ഓടിച്ചിട്ട് അറ്റാക്ക് ചെയ്തതിന് ശേഷം അതിനി ചെയ്യുന്ന കണ്ടോണം. ഇനിയും ആ കുഞ്ഞുങ്ങളെ പുള്ളിയുടെ കസ്റ്റഡിയിൽ, അത് പുള്ളിയുടെ ടെറിട്ടറിക്കകത്ത് ഒതുക്കി നിർത്തിക്കൊണ്ട് നല്ലൊരു ഏരിയ കണ്ടുപിടിച്ച് ഇപ്പോൾ പടുതായുടെ ആ കോർണറിൽ കൊണ്ടുചെന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ വീണ്ടും പുറത്തേക്ക് റിലീസ് ചെയ്യുകയാണ്. ഇപ്പോൾ റിലീസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കണ്ടോണം ആ ഭാഗത്തുള്ള സകല ചെറിയ മത്സ്യങ്ങളെ ഓടിച്ചിട്ട് ആ പരിസരത്ത് അടുക്കാത്ത പരുവത്തിലേക്ക് ഉണ്ടോ. അപ്പോൾ പൂഞ്ഞാനൊക്കെ അവിടെ നിൽപ്പുണ്ട്. പൂഞ്ഞാനെന്ന് പറഞ്ഞാൽ ചെറിയ വരാലിനെ കണക്കുള്ള ഞൊട്ടാൻ. ഇതൊക്കെയാണ് ഇപ്പം അത്യാവശ്യം വലുപ്പമാവുന്നിടം വരെ അതുങ്ങൾക്ക് അത് കെയർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഇതുങ്ങൾ നേരെ ഇനിയിപ്പോൾ ആ പടുതയുടെ അവിടേക്ക് പോവുക. ആ മീൻ അവിടേക്ക് പോയിട്ട് ഇനി ആ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ഇത് സ്ലോലി പയ്യെ ഓരോന്നിനായിട്ട് പുറത്തോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, മൊത്തത്തിനെ ഇപ്പോൾ റിലീസാക്കും. എന്നിട്ട് ആ മീൻ അവിടെ തന്നെ നിൽക്കും. ഇതിനൊക്കെ ഏത് സമയത്താണ് ഇത് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് പോലും നമുക്കറിയില്ല. കാരണം ഇതിനൊക്കെ ശരിക്കും പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളെ നമ്മൾ ശരിക്കൊന്ന് പഠിച്ചാൽ തന്നെ മനുഷ്യൻ നന്നാവും. കാരണം എത്ര നാൾ കൂടി 1, 2 കൊല്ലം 3 കൊല്ലം ആയുസുള്ള ഒരു ജീവജാലമായത്. അതെന്ത് ഭംഗിയായിട്ടായിരുന്നു നോക്കി അതിൻ്റെ ഒരു കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത്. കണ്ടോ, അതേ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ഇപ്പോൾ അത് റിലീസാക്കാൻ പോവാണ്. ഞാൻ വളരെ ക്ഷമയോടുകൂടി ഇങ്ങനെ ദൂരെ മാറിയിരുന്നതിനെ ഇങ്ങനെ വീക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കാണാൻ സാധിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് പുറത്തിറങ്ങി, കണ്ടോ മൊത്തം കുഞ്ഞുങ്ങളത് പുറത്തിറക്കി. ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തള്ളയുടെ ചുറ്റും പറ്റി ഇങ്ങനെ കറങ്ങി നിൽക്കും, അവിടെ തന്നെ നിൽക്കും. മണിക്കൂറുകളോളം ആ കുഞ്ഞുങ്ങളുമായിട്ട് കെയർ ചെയ്ത് അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ അതേ മറ്റ് മീൻ വരുന്നുണ്ടോ, അതിനെ ഓടിക്കുന്നുണ്ടോ. അപ്പം പ്രകൃതിയിൽ തന്നെ ഇതുങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉള്ള കുറേ ജീവികളുണ്ട്.